അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് കരിമ്പന തേങ്ങ കൊണ്ട് എങ്ങനെ ജ്യൂസ് റെഡിയാക്കാമെന്നാണ്. അതിനായി ഒരു കരിമ്പന തേങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയപ്പോൾ കിട്ടിയതാണ് ഈ കരിമ്പന തേങ്ങ. കരിമ്പനമേൽ കയറി തേങ്ങയൊക്കെ വെട്ടി പെറുക്കി അതിൻ്റെ ബാക്കി ഇത് കുറച്ച് മൂപ്പ് കൂടുതലായത് കൊണ്ട് ഇട്ട് പോയത് എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് കുറച്ച് ഒക്കെ കരിമ്പന തേങ്ങ അവിടെ നിന്ന് കിട്ടി. എല്ലാവർക്കും കിട്ടിയത് അവിടെ തന്നെ വെട്ടിപ്പൊളിച്ച് അത് വെറുതെ കഴിക്കുകയായിരുന്നു. ഞാൻ മറ്റുള്ളവരെ കാണാതെ ഒരു തേങ്ങ എനിക്ക് കിട്ടിയത് എൻ്റെ കവറിലിട്ട് കാണാതെ കൊണ്ടുവന്ന്, ഇത് പ്രതീക്ഷിച്ചാണ് ഞാൻ കാണാതെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കാണാതെ ഞാൻ കൊണ്ടുവരില്ല. വെട്ടിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചവറെല്ലാം ഇനി ഇങ്ങനെ നന്നായി, ആ ചവറ് എന്ന് പറയും, അതൊക്കെ ആ ചമർക്കുന്ന ആ തൊലി മുഴുവനായിട്ടും കത്തി കൊണ്ട് കളഞ്ഞെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ജ്യൂസ് അടിക്കാം. ഇതാ എല്ലാ ചവറും കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വേസ്റ്റിലേക്ക് ഒഴിച്ച് കളയാം. ഇത്രയും തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അതിനി ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും കൂടെ ചെറുതാക്കി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ഹാർഡായതുകൊണ്ട്, മൂപ്പ് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്രയൊന്നും വേഗത്തിൽ അടിച്ചെടുക്കാം. ഇത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് 3 ഏലക്ക കൂടി, അതിൻ്റെ പരിപ്പ് മാത്രമാണ് എടുക്കുന്നത്, ജ്യൂസ് അരിച്ചെടുക്കുന്നതല്ല ഇത്. അതുകൊണ്ട് ഏലക്കയുടെ തൊലിയും കളഞ്ഞ് അതിൻ്റെ പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇത് ഒക്കെ തൊലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, പാലൊഴിച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. ക്രഷ് ചെയ്യണ ജാറിൽ നിന്ന് വലിയ ജാറിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. ഫ്രഷ് പശുവിൻ പാലാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഇത് കട്ടയാക്കിയിട്ടില്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കയും പാലും ഒഴിച്ച് അടിച്ചെടുത്ത് ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ 4 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കാം. 4 ഗ്ലാസ് ഫുൾ എടുത്തിട്ടും ഇനി ബാക്കിയുണ്ട്. ഇത് കണ്ടോ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇനി ഇത് മൂത്രച്ചൂടിനൊക്കെ നല്ലതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി